ഇതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. മക്കാഡാമിയ എന്ന് പറഞ്ഞ നട്ട്സ് ആണ്. 5000 രൂപ 6000 രൂപയ്ക്ക് മേലെ ഇതിന്റെ ഫസ്റ്റ് ഗ്രേഡിന് വിലയുണ്ട്. ഇത് നമ്മൾ എടുക്കുന്നത് കിലോ 4000 രൂപ വെച്ച് എടുക്കണം. ഇപ്പൊ തന്നെ ഉത്സാഹിച്ച് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 രൂപ കൃഷിക്കാരന് 10 രൂപ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കൃഷിക്കാർ എത്ര കൃഷി ചെയ്താലും അതിന്റെ കായ നമ്മൾ തന്നെ എടുക്കും. ഇത് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള കായകളാണ് കേട്ടോ. ഇത് നമ്മൾ പ്രോസസ്സിങ് ചെയ്തെടുത്ത ഷെല്ലാണിത്. ഇത് നമ്മളിപ്പോൾ പറയണത് ഫേക്ക് അല്ല, ഇതാണ് ഒറിജിനല്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകർക്കോത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ ആഴ്ച പരിചയപ്പെടാൻ പോകുന്ന സാധനം ഇതാണ് മക്കാഡാമിയ എന്ന് പറയുന്ന മരം. ശരിക്കും ആ ഫ്രൂട്ടാണ് ഈ പുറകിൽ കാണുന്നത്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുമളിയിൽ ഒരു സ്ഥലത്ത് ഈ സാധനം വളരെ അധികം ഒരു മരം നിറച്ച് കായ്ച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് ആഘോഷമാണ് ഞാനിവിടെ വരുമ്പോൾ. ഇത് വിളവെടുപ്പ് കഴിഞ്ഞാണ്, സീസൺ തീരുന്നതാണ് ലാസ്റ്റ് കാണുന്നത്. സീസണിൽ നല്ല വളരെയധികം കായകൾ ഉണ്ടാകുമായിരുന്നു. അങ്ങോട്ട് കൊലച്ച് കിടക്കുമായിരുന്നു. ഇപ്പോൾ സീസൺ ഏറ്റവും കഴിഞ്ഞ അടുത്ത പൂ ഇട്ട് വരുന്നതാണ് സമയമുള്ളൂ. അടുത്ത ജനുവരി മാസം വീണ്ടും പൂ ഇടുകയാണ്. ഇത് കൊലച്ച് അങ്ങോട്ട്. എൻ്റെ പേര് ജോൺസൺ, ഞാൻ തൃശ്ശൂരുകാരനാണ്. ഇതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. മക്കാഡാമിയ എന്ന് പറഞ്ഞ നട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ കൃഷിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല മെച്ചമുള്ള ഒരു ബിസിനസ്സാണിത്. 5000 രൂപ 6000 രൂപയ്ക്ക് മേലെ ഇതിന്റെ ഫസ്റ്റ് ഗ്രേഡിന് വിലയുണ്ട്. ഇത് നമ്മളിപ്പോൾ പറയണത് ഫേക്ക് അല്ല, ഇതാണ് ഒറിജിനല്. പിന്നെ ബെറ്റ് വെച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഈ മരം കായ്ക്കോ, അതുപോലെ ഇവിടെ കേരളത്തിൽ എവിടെയും ഈ മരമില്ല. ഇത് ഇവരിവിടെ 12 വർഷം മുന്നേ നട്ട ഒരു മരമാണ്. ആ മരത്തിൻ്റെ കായകൾ എടുക്കാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ കൃഷിക്കാർ എത്ര കൃഷി ചെയ്താലും അതിൻ്റെ കായ നമ്മൾ തന്നെ എടുക്കും. ഞാൻ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ചെയ്യുന്ന ആളാണ്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ മരങ്ങളില്ല, കൃഷിയായിട്ടില്ല. അപൂർവം വിരലിലെണ്ണാവുന്ന മരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് വേൾഡിൽ തന്നെ ഇത് കൃഷി കുറവാണ് ഇതിൻ്റെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ എനിക്കിപ്പോൾ ദുബായ്, സൗദിയിലൊക്കെ നമ്മളിതിപ്പോൾ കണ്ടെയ്നർ കണക്കിന് നമ്മളിത് കൊടുക്കുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് വിദേശത്തു നിന്ന് എടുത്തിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മുടെ കൃഷിക്കാർ ഇതന്നെ കൃഷി ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് നല്ല വിലപിടിപ്പുള്ള നട്ട്സാണിത്. പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ ഉണ്ടാവില്ല. ആ മരമാണ് ഞാൻ നിങ്ങൾക്ക് തെളിവിനായിട്ടാണ് ഞാൻ അത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ എനിക്കൊരു സംശയമുണ്ട്. ഇത് കേരളത്തിലെ എല്ലാ ക്ലൈമറ്റിലും ഈ മരം ഉണ്ടാവും? കേരളത്തിലെ ഹോട്ട് ക്ലൈമറ്റിലും വളരും. അതുപോലെ തന്നെ നമുക്ക് തണുപ്പുള്ള പ്രദേശത്തും ഇത് വളരും. ഇപ്പൊ നിങ്ങൾ ഇതിനെ പറഞ്ഞു, ഇതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ഫ്രൂട്ടിനായിരിക്കും ഒരു പക്ഷേ 5000 രൂപ 6000 രൂപ വില വരുന്നത്. അതെ അതെ. അപ്പൊ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ എല്ലായിടത്തും ഫ്രൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഏത് ഫസ്റ്റ് ക്വാളിറ്റി തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. എന്നാലും ഇതൊരു ആവറേജ് എന്നാ വിലക്ക് വിൽക്കാൻ പറ്റും ഇതിന്റെ കായ എന്ന് പറയുന്നത്? ഇത് കായ പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എടുക്കണത് കിലോ 4000 രൂപ വെച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നത് കിലോ 4000 രൂപ വെച്ച് എടുക്കണം. നമ്മളിപ്പോൾ കേരളത്തിൽ ആര് കർഷകർ ഇത് കൊണ്ടുവന്നാലും നിങ്ങൾ ഈ ആര് എത്ര കിലോ കൊണ്ടുവന്നാലും നമ്മൾ എടുക്കും. അപ്പം നമുക്ക് ഇതൊരു ഇടവിളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുമോ? ഇടവിളയായിട്ട് ചെയ്യാം. തെങ്ങ്, കവുങ്ങ്. ഇതിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇത് കണ്ടില്ലേ, ഇവരിപ്പോൾ ആകെ 2 മരം ഇവരുള്ളൂ ഇവിടെ. ഇതിപ്പോൾ ഏലത്തോട്ടത്തിലാണ് ഈ നിൽക്കണ ഈ മരം. ഏലത്തോട്ടത്തിൽ വെക്കാം. അതുപോലെ തന്നെ തെങ്ങ്, കവുങ്ങിൻ്റെ ഇടയിലൊക്കെ കൃഷി ചെയ്യാം. റബ്ബർ തോട്ടത്തിലും വെക്കാം. ഷെയ്ഡ് പ്രശ്നമല്ല. ഷെയ്ഡ് ഉള്ളിടത്തും വെക്കാം. അതുപോലെ സൂര്യപ്രകാശം നന്നായി കിട്ടുന്ന സ്ഥലത്തും വെക്കാം. ആ 2 ചെടികൾ വെവ്വേറെ ചെടികളാണ്. കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് 1 ഏക്കറിൽ നമുക്ക് 200 തൈയാണ് പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുക. ഇത് സീഡ്ലിംഗ് ആകുമ്പോൾ നമുക്ക് 5 വർഷം 6 വർഷം എടുക്കും കായ്ക്കാനായിട്ട്. പിന്നെ വരുന്നത് ഗ്രാഫ്റ്റിംഗ് ആണ് വരുന്നത്. ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുണ്ട്. അതാകുമ്പോൾ നമുക്ക് 3-ാം വർഷം മുതൽ നമുക്ക് കായ്ച്ചു തുടങ്ങും. എത്ര വർഷം വരെ ലൈഫ് ഉണ്ട് ഈ ഒരു മരത്തിന്? ലൈഫ് 100 വർഷം മേലെ നിൽക്കും. സീഡ്ലിംഗ് ആകുമ്പോൾ 100 വർഷം മേലെ നിൽക്കും. ഗ്രാഫ്റ്റിംഗ് ആകുമ്പോൾ 30 വർഷം നിൽക്കും. ഇപ്പോഴത്തെ ടെക്നോളജി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടികൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അധികം ഹൈറ്റ് വരുത്തില്ല. മാക്സിമം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 15 അടി 20 അടിക്കുള്ളിലാണ് ഹൈറ്റ് വരുത്തുള്ളൂ. പിന്നെ നമ്മളത് പ്രൂണിങ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന് കായ് ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടും. ഇതിൻ്റെ ഒരു ഫ്രൂട്ട് സീസൺ ഒന്ന് പറയാം എങ്ങനെയാണെന്നുള്ളത്? ഇത് വർഷത്തിൽ 2 തവണയാണ് ഇത് കായ് ഉണ്ടാവുക. ഇതിൻ്റെ കായ നമുക്ക് മൂപ്പാവുമ്പോൾ ഇതിൻ്റെ തൊണ്ട്, ഇതിൻ്റെ പച്ച തൊണ്ടുണ്ട്. പച്ച തൊണ്ട് നമുക്ക് വിള്ളും. ആ വിള്ളുമ്പോൾ അത് മൂപ്പായി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ജാതിക്കയുടെ പോലെ വിള്ളലുണ്ടാവും. ഇനി അഥവാ നമുക്ക് പച്ചയ്ക്ക് പൊട്ടിച്ച് കൊടുക്കണമെങ്കിൽ പച്ചയ്ക്കായിട്ട് നമുക്ക് തിന്നാം. അതല്ല, നമുക്ക് പച്ചയ്ക്ക് പൊട്ടിക്കുന്നില്ല, നമ്മൾ നിലത്ത് വീണിട്ട് പറക്കി എടുത്തിട്ട് നമുക്ക് അതുപോലെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഒരു ഇത്രയും വില കൊടുത്തത് വാങ്ങണം, ഇതിൻ്റെ ഒരു ഉപയോഗം എന്തായിരിക്കും ശരിക്കും പറഞ്ഞത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നട്ട്സിൽ വെച്ചിട്ട് ഏറ്റവും രാജാവാണ് ഈ മക്കാഡാമിയ എന്ന് പറഞ്ഞ സാധനം. അതായത്
നമ്മളിപ്പോൾ കശുവണ്ടി പരിപ്പ്, പിസ്ത, ബദാമൊക്കെ കഴിക്കുന്നില്ലേ, അതിനേക്കാളും കൂടുതൽ പ്രോട്ടീൻസ്, പോഷകഗുണങ്ങൾ ധാരാളം ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് ഇതിന് നല്ല വില. ഇതിൻ്റെ ചെടികൾ നമ്മളുടെ അവിടെ കിട്ടും. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കൃഷിക്കാർക്ക് നമ്മൾ ബൾക്കായിട്ട് കൃഷി ചെയ്യുമ്പോൾ, ഏക്കർ കണക്കിന് കൃഷി ചെയ്യുമ്പോൾ അവർ നമ്മൾ സൈറ്റിൽ എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ പണിക്കാരെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ കുഴിയെടുത്ത് നമ്മൾ തന്നെ തൈ നട്ടു തരും. ഇത് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള കായകളാണ് കേട്ടോ. ഇത് കുറച്ച് മൂപ്പ് കുറവാണ്. നമ്മളിഞ്ഞ് ഒരു മാസം കൂടി 2 മാസം കൂടി കഴിഞ്ഞിട്ട് നമ്മളിഞ്ഞ് വന്നിട്ട് ഒന്നുകൂടി നന്നായി പൊട്ടിക്കും. അപ്പം നമ്മൾ ഈ പച്ചക്കായ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. അതെന്ത് സാധനം അത് പൊട്ടിക്കുന്ന സാധനം? ഇതാണ് ഇതിൻ്റെ കായ പൊട്ടിക്കുന്നത്. ഇത് ഹാൻഡ് മെയ്ഡാണ് ഈ സാധനം. ഇപ്പം നമ്മൾ ആദ്യം പച്ച തൊണ്ട് നമ്മൾ ആദ്യം പൊട്ടിച്ചു. ഇതിപ്പോൾ 2ആയിട്ട് പൊളിഞ്ഞു. ഇതിൻ്റെ ഷെല്ല് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. ചിരട്ടയേക്കാളും ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ കണ്ടോ ഇത് പരിപ്പ്, ഇതാണ് പരിപ്പ് വരുന്നത്. ഇപ്പം നമ്മളിത് പരിപ്പാണ് കേട്ടോ. ഇത് തൂവെള്ള പരിപ്പാണ്. ഇത് ഇങ്ങനെയും നമുക്ക് തിന്നാം. ഇത് നല്ല ടേസ്റ്റാണിത്. കയ്പ് പോകുന്നുണ്ടോ അതിൽ? ഇത് നമ്മൾ മരത്തിൽ നിന്ന് പൊട്ടിക്കുമ്പോൾ ഇതുപോലെ പച്ച തൊണ്ടായിട്ട് പൊട്ടിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പച്ച തൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഷെല്ല് പോലെ വരും. ഈ ഷെല്ല് പൊട്ടിച്ചാലാണ് ഇതുപോലെ പരിപ്പ് വരിക. ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതെ അതെ, ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി സാധനം. ഇങ്ങനെ വരിക. കാരണം ഇത് നല്ല വലുപ്പമുള്ളതാണ് ഈ ടൈപ്പ്. തിന്നോട്ടെ. ആ നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. അടിപൊളി. അങ്ങനെയാണ്. ഇനി ഇത് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാഷ്യൂ നട്ടിനെ കഴിഞ്ഞും ടേസ്റ്റ് ആണല്ലോ. കാഷ്നട്ട് പകരമാണ് ഇപ്പോൾ ഇത് കൃഷി നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അപ്പൊ അത്രയും നമുക്ക് പ്രോട്ടീൻസ് ഉണ്ട്. പ്രോട്ടീൻസിന്റെ ഒരു കലവറ തന്നെ ഇതിനകത്തുണ്ട്. ഇത് നമ്മൾ പ്രോസസ്സിങ് ചെയ്തെടുത്ത ഷെല്ലാണിത്. ഈ ഷെല്ല് നമ്മൾ ഇതുപോലെ പൊട്ടിക്കുകയാണ് ചെയ്യുക. ഇത് കീ എന്ന് പറയും. കീട്ട് തുറക്കുക എന്നൊക്കെയാണ് നമ്മളിവിടെ കോഡ് ഭാഷ പറയുക. കീട്ട് തുറക്കണ നെറ്റ്സ് എന്നൊക്കെയാണ് ഇതിനെ കോഡ് ഭാഷ ആൾക്കാർ പറയണത്. അപ്പോൾ ഇത് നമ്മൾ കീ ഇട്ടിട്ട് നമ്മൾ തുറക്കണ്. അതങ്ങനെ സിമ്മായിട്ട് തുറക്കാം. ഇത് ഇങ്ങനെ പ്രോസസ്സിങ് കഴിയണം. പ്രോസസ്സിങ് കഴിഞ്ഞ നെറ്റ്സുകളാണ് ഇതുപോലെ നമുക്ക് കീ ഇട്ടിട്ട് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉരുണ്ടിട്ട് ബോൾ പോലെ പരിപ്പ് കിട്ടും. ആ പരിപ്പാണ് ഈ ഇരിക്കുന്നത്. ഇത് നമുക്ക് നേരിട്ട് ഇങ്ങനെ തിന്നാം. ഉണ്ടോ? അതായത് മക്കാഡാമിയ നമുക്ക് നട്ട്സ് ആക്കിയിട്ട് നട്ട്സ് മാത്രമായിട്ട് തിന്നാം. അതുപോലെ തന്നെ ഇത് ഉണക്കിയിട്ട് നമുക്ക് ആട്ടി, നമ്മൾ വെളിച്ചെണ്ണ ആട്ടുന്ന പോലെ ആട്ടി നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇത് മുടിക്കൊഴിച്ചിൽ ഹെയർ ഓയിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കേക്കിലേക്ക് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഐസ്ക്രീമിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ബിസ്ക്കറ്റിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും ഇത് തിന്നാനുള്ള സാധനമാണ്. ഇത് നമുക്ക് കഴിക്കാനുള്ളതാണ്. ഒരിക്കലും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കില്ല. ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ ഇത് റോസ്റ്റ് ചെയ്ത് നമ്മൾ കശുവണ്ടി പരിപ്പൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നില്ല, നമ്മൾ കഴിക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് റോസ്റ്റ് ചെയ്യാം. പെപ്പർ, ചില്ലിയൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാം. ഇപ്പോൾ തന്നെ ഉത്സാഹിച്ച് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 കൃഷിക്കാരന് 10 രൂപ ഉണ്ടാക്കാൻ പറ്റും.